പിന്നെ സമയം 2:50 കഴിക്കാൻ വേണ്ടി നിർത്തിയതാ. വഴിയിൽ നിന്ന് കടയെല്ലാം നോക്കി ഒന്ന് കഴിക്കാൻ പറ്റിയില്ല, കട കണ്ടില്ല. നിതിനായിരുന്നു ഓടിച്ചോണ്ടിരുന്നത്. നല്ല കടയൊന്നും കണ്ടില്ല അവനെ. ഞാൻ ഓർമ്മയായിരുന്നു. ഇപ്പം വിശന്നപ്പം ഒരു ചെറിയ കടയിൽ നിർത്തിയല്ല, ചായയും മാഗിയും കഴിക്കാമെന്ന് വിചാരിച്ചു. കണ്ട നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്നു. കടയാണ്, ഇവിടെയാണ് മാഗി. മാഗി നമുക്കുള്ള അവിടെ വെച്ചോണ്ടിരിക്കുക. ഇവിടെയാണെന്നൊരു പിടുത്തമില്ല. സൂപ്പർ ചായ അല്ലേ, അടിപൊളി ചായ കേട്ടോ. ഇഞ്ചിയുണ്ട്, ഏലക്കയുണ്ട്. നല്ല കുടിക്കുമ്പോഴത്തേനെ തൊണ്ട നല്ല എരിവ് അങ്ങോട്ട് നല്ല ടേസ്റ്റായിട്ടങ്ങ് വരുന്നു. ടേസ്റ്റ് മാത്രമല്ല, ഈ നല്ല തണുപ്പാണ്. നല്ല തണുപ്പത്തെ ചൂട് ചായ അങ്ങ് ചെല്ലുമ്പോഴത്തേന് അതിൻ്റെ സുഖം ഒന്ന് വേറെയാണ്. ചൂട് ചായ ആ ഇഞ്ചിയുടെ ഫ്ലേവറും കൂടെ വരുമ്പോൾ കഴിക്കട്ടെ. കഴിക്കുന്നതല്ല, റെഡിയാകുന്നുള്ളൂ. എല്ലാ വണ്ടിയും പോയിട്ടോ ഉണ്ടോ. റെഡിയാകട്ടെ, മാഗി റെഡിയാകട്ടെ. നമ്മൾ മുംബൈ എത്തി കേട്ടോ. മുംബൈ അല്ല, പൂനെ എത്തി. പൂനെ പാസ്സായിക്കൊണ്ടിരിക്കുകയാണ്. പൂനെ എക്സ്പ്രസ് ഹൈവേയിലേക്ക് കയറാൻ പോകുന്നു. നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പാണ്. തണുപ്പ് തുടങ്ങി. അതുകൊണ്ട് ഇനിയിപ്പം പകല് നല്ല ചൂടും രാത്രി നല്ല തണുപ്പാണ്. ഏകദേശം രാവിലെ 3:50 മുമ്പേ എത്തുമ്പോഴത്തേന് ഏകദേശം 5-6 മണിയേലും ആവും. നമ്മൾ മുംബൈ എത്തി. മുംബൈ പനവേലിന് മുംബൈ എക്സ്പ്രസ് വേയിലാണ്. ഒരു പനവേലിനൊരു 30 കിലോമീറ്റർ പുറകിൽ. ഇപ്പം നമ്മൾ നേരെ ഇവിടുന്ന് ഐറോളിയിൽ നിന്ന് വാപ്പി റോഡിൽ കയറി, വാപ്പിക്ക് കയറി അവിടുന്ന് പിന്നെ സൂറത്ത് നിന്ന് അഹമ്മദാബാദ്, ഇങ്ങനെ അങ്ങ് പോവും. നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല മഞ്ഞുണ്ട്. ഞാനാണ് ഓടിച്ചോണ്ടിരിക്കണേ. പോയിക്കൊണ്ടേയിരിക്കുക. അവിടെ ഇരിപ്പുണ്ട്. ഉറങ്ങായിരുന്നു, വിളിച്ചണീപ്പിച്ചിരുത്തിയതാണ്. ചായ കുടിക്കാൻ. അപ്പോൾ അതെല്ലാം കുടിച്ച് ചെറിയൊരു ചായയൊക്കെ കുടിച്ച് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മുംബൈ നാസിക് റോഡിലൂടെ ഐറോളിക്കാണ്. കുറച്ചും അപ്പുറത്തോടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും മറ്റേ ഏതാ ധാരാവി.
ലെഫ്റ്റിലേക്ക് പോകണം കേട്ടോ. എന്തോ 500 meters, keep right. പോകുന്നത് ലെഫ്റ്റിലേക്കാണ് പോകണം. നേരെ പോയാൽ താനെ റോഡിൽ Keep right. അതല്ലേ ലെഫ്റ്റിലൂടെ പോകുന്ന പാലം കയറി പോകുന്ന Continue for 1 kilometer. മുംബൈക്കാണ്. ആ നമ്മളിങ്ങനെ നേരെ പോയി ആ പാലത്തിൻ്റെ അടിയിൽ കൂടെ നേരെ തന്നെ പോകും. ആ താനെ ആണ്. റോഡ് പണി മെട്രോയുടെ റോഡ് പണി നടക്കുന്നുണ്ട്. In 300 meters, slight left to stay on Thane, Bailapur Road. ഏതാപ്പോ എൻ്റെ ഏട്ടൻ താമസിക്കുന്നവർക്ക് ആ ഈ ഭാഗത്താണോ ആ ഏതാപ്പൂർ റോഡിലാണ്. നമ്മൾ ആ റോഡിൽ കൂടെ ഇപ്പോൾ പോകുന്നത്. കയറുന്നത് ഇനിയും കയറുന്നത് Slight left to stay on Thane, Bailapur Road. റെയിൽവേ സ്റ്റേഷൻ മുംബൈ. ഇത് മുംബൈ അല്ല പോവാത്ത ലെഫ്റ്റിലൂടെയാണ് പോകുന്നത്. അതിലെ ഇവിടെ വരുമ്പോൾ എപ്പോഴും വഴി തെറ്റും എല്ലാവർക്കും. ലെഫ്റ്റ് തിരിഞ്ഞാണ് Continue നേരെ on പോയത്. Thane, Bailapur Road for 2 kilometers. നേരെ അങ്ങോട്ടാ ഏഹ് നേരെ പോകുന്ന താനെ ഏറോളി റോഡ് ഇതിലെ പോയാൽ ടൗണിലേക്ക് മറ്റേ വാസിനി മാർക്കറ്റിലേക്കൊക്കെ പോകുന്നതാണ് ഇതില്. നേരെ കൂടെ കയറി ആ പാലം കയറി പോയി കഴിഞ്ഞാൽ മുംബൈ വാസിനി മാർക്കറ്റിലേക്ക് കഴിഞ്ഞ ട്രിപ്പ് ഇതിൻ്റെ അപ്പുറത്തായിരുന്നു. ആ മാർക്കറ്റിലായിരുന്നു നമുക്ക് ഇറങ്ങാവും. ഇതിലേ പോവാം. വണ്ടി പോവും ഇന്നാറ് പുറകെ നമ്മളിന്ന് നമ്മൾ റൂമ് മൂന്ന് കണ്ടെയ്നർ വണ്ടി ഒരുമിച്ച് പോകുന്നത്. ആ ഗ്യാപ്പ് കിട്ടുമോ അല്ലേ ഗ്യാപ്പ് വരികയല്ല. അമ്മരെ ഒരു മിഡിൽ മാസ് സ്പീഡിലേ പോകും. ആ ഗ്യാപ്പ് പോലും തരികയല്ല. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വേറെ വണ്ടി കുത്തിക്കയറ്റാൻ ഇങ്ങനെ സംഭവിക്കുമോ അല്ലേ അതിനുള്ള ഗ്യാപ്പ് അവന്മാർ തരികയല്ല. റെയിൽവേയാണോ റെയിൽവേ സ്റ്റേഷൻ വലുതാണ്. പക്ഷേ ട്രെയിൻ വലിയ കാണിയല്ല. ഇത് ലോക്കൽ സ്റ്റേഷനല്ലേ. സംഭവം ഭയങ്കര വലുതാണ്. ഭയങ്കര ബ്ലോക്കാണ്. ട്രെയിൻ വന്നു അതെല്ലാം കഴിഞ്ഞാൽ ഭയങ്കര തിരക്ക്. വണ്ടി അനങ്ങിയല്ല. അങ്ങനെ പറഞ്ഞു. നന്നായി ഇത്ര നേരത്തെ ആ നേരത്തെ വന്നില്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കാൻ പറ്റില്ല.
സ്റ്റാൻഡ് ഓട്ടോ സ്റ്റാൻഡ്. എത്ര ഓട്ടയാണ് എന്നിറങ്ങിപ്പോ 500 എണ്ണയിലും ഉണ്ട് അതിനകത്ത്. അത് പുറകെ ആയിട്ടാണ്. പ്ലൂട്ടോണിയം ബിസിനസ് വഹിക്കാം. ഐക്യയുടെ ഹോം അപ്ലയൻസ്. ഷോറൂം അല്ലേ? എന്നാ ഷോറൂം അല്ലേ? ഐക്യയുടെ ഉണ്ട്. നമ്മുടെ ഗൾഫിലൊക്കെ ഉണ്ട്. ആ. അതുപോലെ തന്നെ വലുതാണ്. വടക്കുകിഴക്കാണ്. അടുത്ത പണിയാണല്ലോ. അതൊന്നുമില്ല, എനിക്ക് തന്നെയല്ലേ ഇപ്പുറത്തെ. എവിടെയെങ്കിലുമൊക്കെ ഒരു ബിൽഡിംഗ് പണിതുകൊണ്ടിരിക്കുന്നത്. വികസനം. ഇവിടുത്തെ ഓട്ടോറിക്ഷകളൊക്കെ പുറകെ ചെത്തി വെച്ചേക്കുന്ന പോലെ അല്ലേ? പിന്നെ ഓട്ടോറിക്ഷകളൊക്കെ പുറകെ ആ തേമ്പി വെച്ചേക്കുന്ന പോലെ. പൂതെറ്റി. ആ In 400 meters, use any lane to take the ramp to Thane, Bailapur Road. ഇല്ലേ വന്നു കഴിഞ്ഞാൽ നമുക്ക് വഴി തെറ്റാൻ വേറെ ഒന്നും കണ്ടില്ല. പാലം കയറി പോയി കഴിഞ്ഞാൽ ആ. പാലം നേരെ Use any Nere- lane to nere take the vaziyini ramp to orukollu. Thane, Bailapur Road. വേറെ എവിടെയെങ്കിലും ചിന്തയാണ്. റൈറ്റ് പിടിച്ച് പോവുകയും കൂടെ ചെയ്യണം, അങ്ങനെ പോവുള്ളൂ. നൗമിംഗി. നൗമിംഗിയിലേക്കാണ്. Continue for 2 kilometers. ഗോളം വെച്ച് നല്ലോണം വർത്താനം പറയുന്നുണ്ട്. അതെ. ചിലടം തിരിയുന്നിടമൊക്കെ ആ ഗൂഗിളിലൊക്കെ നമുക്ക് പറ്റില്ല. എത്ര അറിയാമെന്ന് പറഞ്ഞു. ആ ഓർത്ത് കിട്ടുമല്ലേ? എവിടെയെങ്കിലും ഒരെണ്ണം മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ വേറെ ഏതായാലും ഉണ്ടാവില്ലെന്ന് കിടന്ന് വട്ടം കറവുള്ളൂ. ചിലപ്പം ഗൂഗിളും വെച്ച് തന്നെ നമ്മളെ വഴി തരും. ഏ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നാസിക്ക് വഴിക്കാണ് കേട്ടോ. അവരുടെ നോ എൻട്രി വിഷയം വന്നുകൊണ്ട് നമുക്ക് അതിലെ പോകാൻ പറ്റില്ല. നാസിക്ക് വഴിക്ക് കയറി പോന്നു. നാസിക്ക് വഴി കയറി നാസിക്ക് എന്ന് വാപ്പിയിൽ നിന്ന് സൂറത്ത് നിന്ന് അഹമ്മദാബാദ്. നമുക്ക് സമയമുണ്ട്. ഇനി ഏകദേശം 10-20 മണിക്കൂറും കൂടെ ഉണ്ട്. സുഖമായിട്ട് നമുക്ക് ഓടിയെത്താം. അപ്പം അതുകൊണ്ട് നമ്മൾ വലിയ എന്താ പറയുക സ്പീഡിലല്ല പോണേ, മിതമായ രീതിയിൽ അങ്ങ് പോവാണ്. നോക്കി നല്ലൊരു കയറ്റമാണ് കേട്ടോ. നല്ല വഴിയാണ്. ചുറ്റും കാട് വനമാണ്. ഏകദേശം സമയം എന്താണെന്ന് വെച്ചാൽ 9:30 ആയതുള്ളൂ. ഇവിടെയല്ല എല്ലായിടത്തും നമുക്കിപ്പോൾ 9:30 ആയതുള്ളൂ. നാളെ വെളുപ്പിന് 5 മണിക്ക് എന്നാൽ മതിയില്ല അഹമ്മദാബാദ്. ഏകദേശം ഇനി ഒരു 500-600 കിലോമീറ്ററും കൂടെ ഉള്ളൂ തോന്നുന്നു. അത്രയും കൂടെ ഉള്ളെന്ന് തോന്നുന്നു. ഓടിയെത്തുമ്പോൾ അറിയാം.
രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്ക് വരുന്നില്ല. കാണുന്നത് മറ്റേ നമ്മുടെ ഇതാട്ടോ, എന്താണ് സാധനം, ടാങ്കുകളാണല്ലോ, ടാങ്കുകളാണ്. വലിയ ടാങ്കുകളാണ്, ഗ്യാസ് ടാങ്കുകളോ സംഭവം എന്താണ്. നല്ല വെയിലുണ്ട് കേട്ടോ അത്യാവശ്യം. നമ്മുടെ വലത് സൈഡിലേക്ക് നല്ല തലയ്ക്കും മുഖത്തിൻ്റെ ഒരു സൈഡും കൈഭാഗം എല്ലാം കൂട്ടി വെയിലടിച്ചുകൊണ്ടിരിക്കുക. മിക്കവാറും നല്ല തലവേദന ഉണ്ടാകാൻ സാധ്യതയുണ്ട് വൈകുന്നേരം ആകുമ്പോഴത്തേന്. കമ്പനികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെന്ന് തോന്നുന്നു. അടകോൺ ആണോ? അടകോൺ അത്യാവശ്യം നല്ല എന്താ പറയുക, പ്രകൃതി ഭംഗിയാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ഇവിടെ വന്ന മലനിരകൾ ചുറ്റിനും നല്ല ഹിൽ ടോപ്പുകളാട്ടോ. ആ സൈഡ് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ലെഫ്റ്റ് സൈഡ് ഫുള്ളും നല്ല ഉണ്ടോ, നല്ല കുന്നുകളാണ്. ഇവിടെ കയറി ഫുഡ് കഴിച്ചിട്ട് പോയാലും, പക്ഷെ പ്യുവർ വെജിറ്റേറിയൻ ആയതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ നാസിക്കിലേക്ക് 89 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. ഷെയ്ക്കില്ലാതെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എന്താ ചെയ്യുക, വണ്ടിയുടെ ഷെയ്ക്കും നമ്മളിപ്പോൾ നാസിക്കിലേക്ക് പോകുന്ന വഴിയാണ്. ഇതെവിടെ എത്തിയെന്ന് അറിയില്ല. ഇത് നല്ല വെയിൽ കാരണേ മൊത്തം ഉണങ്ങി നല്ല റെഡിയായിട്ട് നിൽക്കുക. നേരത്തെ പോകുമ്പോഴൊക്കെ നല്ല പച്ചപ്പായിരുന്നെങ്കിൽ ഇപ്പം പുല്ലെല്ലാം ഉണങ്ങിയിട്ട് നല്ല ഗോൾഡൻ കളറായിട്ട് നിൽക്കുക. വഴി സൈഡിലും അതെ, മൊത്തം ആ ഗ്രീനറി അങ്ങ് മാറി മൊത്തം ഗോൾഡൻ കളറായി. എൻ്റെ സൈഡിലും അത് നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ്. രാത്രി നല്ല തണുപ്പും. ഇതിന് നല്ല ഉറക്കത്തിലോ.
ഒത്തിരി ഉണ്ടോ ഓണാൻ? ഒത്തിരി ഓണുണ്ടോ ഓണാൻ? അയ്യോ. ഇതെവിടുന്ന് മേടിച്ചാ? നടന്ന വിലക്കുള്ളല്ലേ? ഇവിടെ കിട്ടുമ്പോ ഇത്ര പാടില്ല, വിലക്കുള്ളല്ലേ? പൈപ്പോ ആ വില കുറവാണോ നമ്മളവിടെ? ഇവിടെ രാവിലെയോ? കുന്നാണല്ലോ അവര് ഫിറ്റ് ചെയ്ത് തരുമോ? ഈ വഴിയിൽ ഇതുമില്ലാതെ പറ്റില്ല. ആ അതെ അതെ, വളവ് വരുന്നല്ലേ? അത് മാത്രമല്ല, ഇവിടുത്തെ വണ്ടികൾക്ക് ഈ ഹോണുണ്ടെങ്കിൽ മാത്രമേ സൈഡ് തരൂ. ആ ഇല്ലെങ്കിൽ മറ്റേ നമ്മുടെ ഈ നമ്മളെ ചവിട്ടി താത്ത് കളയല്ലേ? കോഴി കാറൊന്ന് ടോക്കം വെച്ചോണ്ട് പോയി കഴിഞ്ഞാൽ മൈൻഡ് പോലും ചെയ്യാനാ. ആ വലിയ നമ്മൾ ഓടിക്കുന്ന വഴികളല്ലേ ഇതുപോലത്തെ രാത്രി, ഇതുപോലത്തെ വലിയ വളവൊക്കെ. ഈ വളവിലൊക്കെ ചെറിയ ഫോൺ അടിച്ചു കഴിഞ്ഞാൽ കേൾക്കൂല. ഇയർ ഫോൺ തന്നെ വേണം. നമ്മളിവിടെ ഉപയോഗിക്കാനുള്ളത് കേരളത്തിനും ഇടാറില്ല. ഒക്കെ ഇട്ട് വെറുതെ പൈൻ മേടിക്കുന്ന ഒഴിപ്പിക്കോ അവന്മാരെ കൊണ്ടുപോലെ ഒടിച്ചു കളയും. ആപ്പിള് പെട്ടിയാണോ? ആപ്പിളിനുള്ള പെട്ടിയാണോ? എടുക്കണം എടുക്കണം. വ്യൂ കേട്ടോ, ഒരു രക്ഷയില്ല. രണ്ട് സൈഡിലും ഇവിടെ നേരം വീഡിയോ എടുക്കാനൊരു സാഹചര്യം ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ എടുക്കാതിരുന്നാണ്. കണ്ടോ എന്തോന്നില്ല, രണ്ട് പേര് ഇങ്ങനെ നീണ്ടുറന്ന് കിടക്കുകയാണ് കാഴ്ച. കാഴ്ച ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെ അത് വണ്ടിക്കൊരു തുള്ളലുണ്ട്, അതുകൊണ്ട് ക്യാമറ വിറയ്ക്കുക.
അത്രയുണ്ട്, ഇനി ഏകദേശം 40 കിലോമീറ്റർ കൂടെ ഉണ്ട്. നല്ലൊരു കയറ്റം ഉണ്ടായിരുന്നു കുന്ന്. അത് കയറി വന്നപ്പോഴത്തേന് 10 അരമണിക്കൂറിനടുത്ത് സമയം പോയി അവിടെ. ഈ കാഴ്ചക്ക് എന്താ പറയാ നോക്കിയേ. ഫ്രെയിമിൽ ഇങ്ങനെ താഴെ കുറച്ച് ഫാക്ടറികളുണ്ട്, വീടുകളുണ്ട്, ഫ്ലാറ്റുകളുണ്ട്. എന്താല്ലേ നല്ല ചൂടാണ് ഇവിടെ. ഇവിടെ തനി ഗ്രാമപ്രദേശമാണല്ലോ. ഈ സൈഡ് മുഴുവൻ വീടുകളാണ്. നല്ല ചൂടാണ്, പക്ഷെ രാത്രി നല്ല തണുപ്പായിരിക്കും. രാവിലെയൊക്കെ ഇതിൽ വരുവാണെങ്കിൽ നല്ല കോടമഞ്ഞിൻ്റെ ഒരു മാസ്മരിക ലോകം കാണാൻ പറ്റും നമുക്കിവിടെ. എന്താ കണ്ടോ പെട്ടി വണ്ടിയെ ഫാൻ ഇട്ടുകൊണ്ട് പോകുന്നത്, കാറ്റടിച്ച് കറങ്ങുന്ന. നല്ലൊരു കോട്ടും അതിനോടൊപ്പം ഒരു പെട്രോൾ പമ്പും. ഇതിനിവിടെ ഇരുന്ന് വേറെ വീഡിയോ എടുക്കുന്നുണ്ട്. അവനെടുത്ത വീഡിയോ കൂടെ സെൻഡ് ചെയ്ത് മേടിക്കണം, എന്നിട്ട് വേണം ഇന്നത്തെ വീഡിയോ റെഡിയാക്കാൻ. കുട്ടികളുടെ എല്ലാം സ്കൂള് കിട്ടുന്നതാണ് ഒന്ന്. ഇത് ഉച്ച വരെയുള്ള സ്കൂള് അല്ലേ? 12:30 ആവുന്നു. ഇല്ലല്ലോ 12:30 ആയില്ല, 11:30 ആയതോ. സ്കൂളൊക്കെ വിട്ട് കുട്ടികളൊക്കെ നിൽക്കുന്ന വഴി. ഇവിടെ ഒരു ടോളുണ്ടെന്നാണല്ലോ തോന്നുന്നത്. ആ അവിടെ ഒരു ടോളുണ്ട്, ടോൾ ഗേറ്റ്. ഈ വണ്ടിക്ക് എത്ര വരും നമുക്ക് നോക്കട്ടെ. 500 രൂപ ആയിരിക്കണം, 245 രൂപ. 490. എന്തിനാണെന്നറിയത്തില്ല. ചിലപ്പോൾ പോലീസാണ്, അതുകൊണ്ട് ഫോൺ എടുത്ത് വെക്കാം.